ഹലോ, വെൽക്കം ടു നിലാപക്ഷി. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ചിക്കൻ ഷവർമ സാൻഡ്വിച്ച് വീട്ടിലുണ്ടാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ബോൺലെസ് ചിക്കനാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു എരിവിനനുസരിച്ച് മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു നുള്ള് കുരുമുളക് പൊടി, തൈര്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നമ്മളിനി നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഞാനത് ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഒരു നുള്ള് നാരങ്ങനീരുണ്ടെങ്കിൽ, ഒരു സ്പൂൺ നാരങ്ങനീരൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു മസാല ഇതിൽ നന്നായി പിടിക്കും. എന്നിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് വേണ്ടത്. ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 20 മിനിറ്റെങ്കിലും സെറ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നന്നായിട്ടത് ആ ചിക്കനിൽ അത് പിടിക്കും. പിന്നെ തൈര് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജ്യൂസി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചിക്കൻ ഒരു ജ്യൂസി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പാൻ വെക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി പാൻ ചൂടായാൽ അതിലേക്ക് നമുക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ ഒലീവ് ഓയിലാണ് ഈ ചിക്കൻ ഫുൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ടേസ്റ്റും കുറച്ചുകൂടി നല്ലതായിട്ട് വരുള്ളൂ. ഒലീവ് ഓയിൽ അധികം ചൂടാവാൻ പാടില്ല. അതിന് മുന്നേ തന്നെ നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓയിലില്ല എന്ന് വിചാരിച്ചിട്ട് കരിഞ്ഞു പോകുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. കാരണം ചിക്കനിൽ ഓൾറെഡി കുറച്ച് ഫാറ്റ് ഉണ്ടായിരിക്കും, അത് എന്തായാലും വരും. പിന്നെ ഈ ഓയിൽ തന്നെ നമ്മളൊന്ന് ഫുൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി 4 ഭാഗത്തേക്കും. അപ്പോൾ കറക്റ്റായിട്ടത് സെറ്റായി വരും. എത്രയും നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നന്നായി ഫ്രൈ ചെയ്യാൻ അനുവദിക്കുക. നമ്മൾ എന്തെങ്കിലും സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ച് ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അടച്ചു വെച്ച് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചാൽ ആ ഒരു ആവിയുടെ വെള്ളം കൂടി ഇതിലേക്ക് വരും. അപ്പം നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് കുക്കാവും. അത്രയും നമുക്കതിൽ ആവശ്യമുള്ളൂ, അല്ലാണ്ട് കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. ചിക്കൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. കാരണം കുറച്ച് ഓയിലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടി പിടിക്കാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. ചിക്കൻ നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതുവരെ നമുക്ക് സമയമുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഷവർമ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ കാണാറില്ലേ, ജസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു വൈറ്റ് കളറിൽ ആ ഒരു പരുവായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചിക്കൻ ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടി റെഡിയാക്കണം. അതിനിത് നമ്മൾ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വയ്ക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഫില്ലിങ്ങിലേക്ക് പോവാണ്. ഇതിൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുബൂസാണ്. കുബൂസ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ചപ്പാത്തി ആയാലും മതി. പിന്നെ ചിക്കൻ, പിന്നെ വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം. ഞാനിവിടെ തക്കാളി, മല്ലിയില, സവോള, പിന്നെ ലെറ്റ്യൂസ്, പിന്നെ കുക്കുംബർ, ഇതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചീസ് അവൈലബിൾ ആണെങ്കിൽ ചീസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മയണൈസോ അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റോ ഏതാണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സംഭവം വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുബൂസ് ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കാം. അതിൻ്റെ സൈഡിൽ കുബൂസിൻ്റെ സൈഡിൽ നമ്മൾ കത്തി വെച്ചിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ കൈ കയറുന്ന രീതിയിൽ ആ കട്ടിങ് അത്രയും വലുപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഫില്ലിങ് ചെയ്യാം. ഫില്ലിങ് ചെയ്യാൻ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ലെറ്റ്യൂസാണ് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്യുമ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് കൂടുതൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ വെജിറ്റബിൾസും ചിക്കനും കൂടുതൽ ഒരുപോലെ വേണം എന്നുള്ളവർക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ രണ്ടും ഏതാണ്ട് ഒരേ ഒരു സെയിം അളവിലാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ് ഓരോന്നായിട്ടും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. തക്കാളി വെക്കുന്നുണ്ട്.
പിന്നെ ഉള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ഉള്ളി വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിവിടെ മല്ലിയില ഉപയോഗിക്കുന്നുണ്ട്. മല്ലിയില അതൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ച്, മല്ലിയിലയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് കൂടുതൽ വെച്ച് കൊടുക്കാം. പിന്നെ കുക്കുംബറും വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു അഡീഷനായിട്ട് ഞാൻ പറയുകയാണ്, അത് നിർബന്ധമില്ല. നാരങ്ങയുടെ നീര് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അതൊന്ന് സോൾട്ടഡ് ആക്കിയിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതൊരു വേറൊരു ഫ്ലേവറായിട്ട് വരും. പിന്നെ വീണ്ടും ചിക്കൻ വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇത് മയണൈസിന് പകരം ഞാനിവിടെ ചീസാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. ഞാനിവിടെ ചീസ് ഉപയോഗിക്കുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് ശേഷം ഞാൻ ഇത് റാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. സാൻഡ്വിച്ച് മേക്കറിൽ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചീസൊക്കെ ഒന്ന് നന്നായി ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് റാപ്പ് ചെയ്തതിന് ശേഷം, നന്നായി റാപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സാൻഡ്വിച്ച് മേക്കറിൽ വെക്കുന്നത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇത് സാൻഡ്വിച്ച് മേക്കറിലേക്ക് വെക്കാൻ പോവുകയാണ്. ജസ്റ്റ് റാപ്പ് ചെയ്തത് അതുപോലെ തന്നെ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ച് അതൊന്ന് ഒരു 2 മിനിറ്റ് നന്നാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി സാൻഡ്വിച്ച് മേക്കർ ഇല്ലെങ്കിൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫ്രൈങ് പാനിൽ, നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഫ്രൈങ് പാൻ പോലെയുള്ള പാൻ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് വെച്ച് ചൂടാക്കിയാലും മതി. വേറൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഷവർമ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത്രയും അളവ് വെച്ചിട്ട്, ഇത്രയും ചിക്കൻ ഉപയോഗിച്ചിട്ട് ഞാൻ 4 എണ്ണമാണ് ഇവിടെ ഉണ്ടാക്കിയത്. സംഭവം ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.